വാരത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി മിതമായ നേട്ടങ്ങളോടെയാണ് മുന്നേറിയിരുന്നത്. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങളിലുണ്ടായ അയവും ക്രൂഡ് ഓയിൽ വിലയിലെ കുറവും വിപണിയിൽ പോസിറ്റീവ് തരംഗം സൃഷ്ടിച്ചിരുന്നു. US-ഇറാൻ സമാധാന ചർച്ചകളിലെ പുരോഗതി എണ്ണ വിതരണത്തെ ബാധിക്കില്ലെന്ന പ്രതീക്ഷ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വ്യാപാര ആഴ്ചയുടെ അവസാന നിമിഷങ്ങളിൽ വിപണി അപ്രതീക്ഷിതമായി 1% ഇടിഞ്ഞു. MSCI ഇൻഡെക്സ് റീബാലൻസിംഗുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെ തുടർന്ന് വൻകിട സ്ഥാപനങ്ങൾ ഓഹരികൾ വിറ്റഴിച്ചതാണ് ഈ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് കാരണമായത്. കൂടാതെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴ കുറഞ്ഞത് കാർഷിക ഉൽപാദനത്തെ ബാധിക്കുമെന്നും ഇത് സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇത് ആഴ്ചയിലുടനീളം വിപണി കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കുകയും നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിക്കാൻ ഇടയാവുകയും ചെയ്തു. ഇതോടെ വെള്ളിയാഴ്ച സെൻസെക്സ് 1100 പോയിന്റിലധികം താഴോട്ടു പോയപ്പോൾ നിഫ്റ്റി 23,550 എന്ന നിലവാരത്തിന് താഴെയെത്തി. നിലവിൽ അസ്ഥിരത തുടരുന്നതിനാൽ വരും സെഷനുകളിലും ജാഗ്രതാ സമീപനം തന്നെയാണ് നിക്ഷേപകർ സ്വീകരിക്കേണ്ടത്. എങ്കിലും നിക്ഷേപകർക്ക് ശ്രദ്ധിക്കാവുന്ന ചില ഓഹരികളും കൂട്ടത്തിലുണ്ട്. അതിലൊന്നാണ് സംവർധന മദേഴ്സൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്. 4ാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെ ഓഹരിയിൽ വലിയ കുതിപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാലയളവിൽ കമ്പനിയുടെ പ്രവർത്തന വരുമാനം 8% വർദ്ധിച്ച് 32,356 കോടി രൂപയിലെത്തി. തൊട്ടു മുൻപത്തെ പാദത്തെ അപേക്ഷിച്ച നികുതിക്ക് ശേഷമുള്ള ലാഭത്തിന്റെ 43%ന്റെയും വരുമാനത്തിൽ 17%ന്റെയും ശ്രദ്ധേയമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മുഴുവൻ സാമ്പത്തിക വർഷത്തെയും കണക്കുകൾ പരിശോധിച്ചാൽ കമ്പനിയുടെ ആകെ ലാഭം 3,860 കോടി രൂപയായും മൊത്ത വരുമാനം 11% ഉയർന്ന് 1,25,022 കോടി രൂപയായും വർദ്ധിച്ചിട്ടുണ്ട്. വരുമാനത്തിനൊപ്പം തന്നെ പ്രവർത്തന ചെലവുകളിലും വർധനവുണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തെ ആകെ ലാഭം 3,860 കോടി രൂപയാണ്. ഇത് മുൻവർഷം 3,803 കോടി രൂപയായിരുന്നു. അതോടൊപ്പം തന്നെ വരുമാനത്തിലും ശക്തമായിട്ടുള്ള വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 1,53,820 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ കമ്പനിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രകടനം പരിശോധിച്ചാൽ 89 രൂപ മുതൽ 152 രൂപ വരെയുള്ള നിലവാരത്തിലാണ് വ്യാപാരം നടത്തിയതെന്ന് കാണാം. കമ്പനിയുടെ പ്രധാന സാമ്പത്തിക സൂചകങ്ങളായ ROC 13%, ROE 10.9% എന്നിങ്ങനെയാണ്. നിലവിൽ 19,170 കോടി രൂപ കടബാധ്യതയുള്ള കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി അനുപാതം 0.47 ആണ്. കൂടാതെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ലാഭത്തിൽ 31% വളർച്ചയും വിൽപ്പനയിൽ 17% വളർച്ചയും രേഖപ്പെടുത്തിയ കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് 48%. ഒരാഴ്ചക്കിടയിൽ 7% നേട്ടം നൽകിയ ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് ഇനി ശിവദേവ് വ്യക്തമാക്കും. നമസ്കാരം. നമ്മളിവിടെ സംവർധന മദേഴ്സൺ ഇന്റർനാഷണൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓൾറെഡി നമ്മളിവിടെ ഫിബ് ലെവൽസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം വളരെ കൃത്യമായിട്ട് ഫിബ് ലെവൽസിനെ ഈ ഒരു സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ 0.618 നിന്നാണ് ഈ ഒരു ലെവലിലൊക്കെ സപ്പോർട്ട് എടുത്തത് മെയ് 6-ാം തീയതി. അതിനുശേഷം വീണ്ടും 0.5 നിന്ന് സപ്പോർട്ട് എടുത്തു. പിന്നീട് 382 ലെവലിൽ ഈ ഒരു യെല്ലോ ലൈൻ ബുള്ളിഷ് സോണാണ്, അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. ആ ഒരു ഏരിയയിൽ ഇപ്പോഴും ഒരു കൺസോൾട്ടേഷൻ കാണാം നമുക്ക്. ഇവിടെ ഈ ഓരോ ഫിബ് ലെവലിൻ്റെ ഇടയിൽ സ്റ്റോക്ക് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയത്. ഇവിടെ 0.236 ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ നിന്നാണ് ലാസ്റ്റ് ഫ്രൈഡേ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഫിബിൻ്റെ അപ്പർ ബാൻഡിൽ നിന്നാണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുള്ളത് എന്നിവിടെ വിസിബിളാണ്. നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ 151 രൂപ 77 പൈസ, അതേപോലെ ലോ 140 രൂപ 8 പൈസ. ഒരു 145 രൂപയിൽ റെസിസ്റ്റൻസും 140 രൂപയിൽ സപ്പോർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ 133 രൂപ നിലവാരത്തിൽ നമുക്ക് അതിന് താഴെ ഒരു സപ്പോർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് EMA ലെവൽസ് ഇനി ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ EMA 20, 50, 100, 200 ഇതിൻ്റെ എല്ലാം മുകളിലാണ് സ്റ്റോക്ക് പ്രൈസ് നിലവിലുള്ളത്. ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ ഉണ്ടായിരുന്നു. EMA 20, 50 ബ്രേക്ക് ചെയ്തു. അതിനുശേഷം കൃത്യമായിട്ട് ഈ ഒരു എല്ലാ മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്കാണ് സ്റ്റോക്ക് ഉള്ളത്. മൂവിങ് ആവറേജൊക്കെ മുകളിലേക്കാണ് ട്രെൻഡ് ചെയ്യുന്നത് നമുക്കിവിടെ വിസിബിളാണ്. അതായത് നമ്മൾ സൂപ്പർ ട്രെൻഡ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് സോണിലാണ് സ്റ്റോക്ക് ഇപ്പോഴും ഉള്ളത്. അതേപോലെ തന്നെ വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ നല്ല വോളിയത്തിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത്. പക്ഷേ ലാസ്റ്റ് വീക്കിലൊക്കെ ലാസ്റ്റ് 2 ഡേ നല്ല
വോളിയമാണ് ഉണ്ടായിട്ടുള്ളത്, സ്ട്രോങ് ആയിട്ടുള്ള വോളിയമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഈ ലാസ്റ്റ് ഡേ ഫോം ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഡേ ടൈം ഫ്രെയിമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ താഴ്ത്തി 2 അവർ അല്ലെങ്കിൽ 4 അവർ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഏതൊരു സ്റ്റൈലാണോ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തി ഒരു ലെവൽസ് പരിഗണിക്കാവുന്നതാണ്. ഇത്തരത്തിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ ഒരു വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. രണ്ടാമത്തെ ഓഹരി പ്രിസിഷൻ വയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈൻഡിംഗ് വയർ നിർമ്മാതാക്കളാണ് പ്രിസിഷൻ വയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഇനാമൽ ചെയ്ത റൗണ്ട് അല്ലെങ്കിൽ റെക്ടാങ്കുലർ കോപ്പർ വൈൻഡിംഗ് വയറുകൾ, കണ്ടിന്യൂസിറ്റി ട്രാൻസ്പോർട്ട് കണ്ടക്ടർ, പേപ്പർ അല്ലെങ്കിൽ മൈക്ക അല്ലെങ്കിൽ നോമെക്സ് എന്നിവ ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്ത കോപ്പർ കണ്ടക്ടറുകൾ എന്നിവയുടെ നിർമ്മാണത്തിലാണ് കമ്പനി പ്രധാനമായും ഏർപ്പെട്ടിരിക്കുന്നത്. OEM മേഖലയിലേക്കും ഊർജം, ഓട്ടോമൊബൈൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ട്രാൻസ്ഫോർമറുകൾ, നിർമ്മാണ മേഖല തുടങ്ങി വിവിധ വ്യവസായങ്ങളിലേക്കുമാണ് കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത്. പ്രിസിഷൻ വയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് 2026 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ മികച്ച സാമ്പത്തിക നേട്ടം കൈവരിച്ചിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് കമ്പനിയുടെ ലാഭം 45% വർദ്ധിച്ച് 54.87 കോടി രൂപയായും പ്രവർത്തന വരുമാനം 30% ഉയർന്ന് 1743 കോടി രൂപയായി മാറിയിട്ടുണ്ട്. വരുമാനത്തിനൊപ്പം പ്രവർത്തന ചെലവുകളിലും വർധനവുണ്ടായ ഈ കാലയളവിൽ ഓഹരി ഉടമകൾക്ക് 55 പൈസ വീതം അന്തിമ ഡിവിഡന്റ് നൽകാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ക്രിന പരേഖിനെ CFO ആയി നിയമിക്കാനും RBL, ആക്സിസ് ബാങ്കുകളിൽ നിന്നായി ഏകദേശം 540 കോടി രൂപയുടെ പുതിയ വായ്പാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനും കമ്പനി ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട്. പ്രിസിഷൻ വയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സാമ്പത്തിക അനുപാതങ്ങൾ പരിശോധിച്ചാൽ മികച്ച പ്രവർത്തനക്ഷമതയും വളർച്ചയും പ്രകടിപ്പിക്കുന്നതായി കാണാം. കമ്പനിയുടെ ROC 33%, ROE 23% എന്നിങ്ങനെ വളരെ ഉയർന്ന നിലവാരത്തിലാണെന്നത് ശ്രദ്ധേയമാണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.38 ടൈംസ് മാത്രമായതിനാൽ സാമ്പത്തികമായ കമ്പനി സുരക്ഷിതമായ നിലയിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിൽപ്പനയിൽ ശരാശരി 26% വളർച്ച രേഖപ്പെടുത്തിയതും പ്രൊമോട്ടർമാർക്ക് 56% ഓഹരി പങ്കാളിത്തമുള്ളതും ബിസിനസ്സിലുള്ള വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇൻഡസ്ട്രി PEയേക്കാൾ ഉയർന്ന സ്റ്റോക്ക് PEയും ബുക്ക് വാല്യൂവിനേക്കാൾ 10 ഇരട്ടിയിലധികം വരുന്ന വിപണി വിലയും ഓഹരി നിലവിൽ ഒരു ഉയർന്ന മൂല്യനിർണ്ണയത്തിലാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ 420 രൂപ നിരക്കിൽ തുടരുന്ന ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വ്യക്തമാക്കുന്നു. നമസ്കാരം. നമ്മളിവിടെ പ്രിസിഷൻ വയേഴ്സ് ഇന്ത്യ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു സ്വിംഗ് ഹൈ ഫോർമേഷനിൽ ഒരു അപ് ട്രെൻഡിലേക്ക് പോയ ഒരു സ്റ്റോക്കാണിത്. ഈ ഒരു ഏരിയ നോക്കുമ്പോൾ ഫെബ്രുവരി 16-ാം തീയതി വലിയൊരു വോളിയത്തിൻ്റെ സപ്പോർട്ടുണ്ടായി. പിന്നെ അതിന് ശേഷം ഒരു അപ് ട്രെൻഡ് കൊടുത്തു. പിന്നെ ഒരു ചെറിയ കറക്ഷനിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ഏപ്രിൽ 9 മുതൽ സ്റ്റോക്ക് ഒരു റാലി നടത്തി തുടർച്ചയായിട്ട് ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ചെയ്തു. അതിനുശേഷം വീണ്ടും ഒന്ന് താഴേക്ക് വന്നു. അപ്പോഴൊക്കെ വോളിയം കുറവായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു അപ് ട്രെൻഡിലേക്ക് പോയതിന് ശേഷം ഒരു ചെറിയ കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് സ്റ്റോക്ക് ഇപ്പോഴുള്ളത്. നമുക്ക് RSI ലെവലൊന്ന് നോക്കുമ്പോൾ RSI 14 ആണ്. RSI നിലവിൽ 56.65 എന്നുള്ള ഒരു ലെവലിലാണുള്ളത്. എബോവ് 50 ഒരു ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് ഏരിയ തന്നെയാണ് RSI ഉള്ളത്. ഇവിടെ നമുക്കറിയാം, ഈ ഒരു ഏരിയയിലൊക്കെ ഒരു ഓവർബോട്ട് കണ്ടീഷൻ വന്നു. RSI എബോവ് 72 ഒക്കെ പോയിരുന്നു. ഇവിടെ നമുക്കത് ഗ്രാഫിൽ വിസിബിളാണ്, RSIയുടെ ഗ്രാഫിൽ താഴെ. അതിനുശേഷമാണ് ഒന്ന് സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് RSI ഒന്ന് കൂൾ ഓഫ് ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ EMA ലെവലൊന്ന് അപ്ലൈ ചെയ്യാം. EMA നമ്മൾ ഏറ്റവും മുകളിലുള്ളത് EMA 20 ആണ്, റെഡ് ലൈൻ. അതിന് താഴെയുള്ളത് EMA 50. അതിന് താഴെയുള്ള ബ്ലൂ ലൈൻ EMA 100ഉം ഏറ്റവും താഴെയുള്ളത് ലോങ് ടൈം മൂവിങ് ആവറേജ് EMA 200ഉം ആണ്. നമ്മളിവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ EMA 20-50 റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. EMA 20യിൽ നിന്ന് ഈ ഒരു ദിവസം ഏപ്രിൽ 9-ാം തീയതി സപ്പോർട്ട് എടുത്തിട്ട് ഇത്രയും ഒരു റാലി കൊടുത്തു. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന ആ ഒരു സോൺ അവിടെ പ്രധാനമാണ്. വീണ്ടും EMA 20-50 അതിനിടയിലുള്ള ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. നിലവിൽ ഓൾമോസ്റ്റ് EMA 20 ലെവലിലാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ലൈവ് മാർക്കറ്റിൽ നമുക്ക് മൂവ്മെൻറ്റ്സ് നോക്കാം. നിലവിലെ ഓഹരിയുടെ സപ്പോർട്ട് 416-421 രൂപ നിലവാരങ്ങളിലാണ്. റെസിസ്റ്റൻസ് 460-466 രൂപ നിലവാരങ്ങളിലാണ്. ഇത്തരത്തിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് അടക്കം പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. സംവർദ്ധന മദേഴ്സൺ പ്രിസിഷൻ വയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ഓഹരികളിലെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മറ്റ് 2 ഓഹരികളുടെ വിശേഷവുമായി വീണ്ടും കാണാം.